ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകളുടെ ഹൽദിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അങ്ങ് നടക്കണ അമ്മയുണ്ട്. അപ്പം മൂത്ത മോനും ബൈക്കിൽ പോയി ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ വീടൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഈ നിൽക്കണം ഞങ്ങളെ കുഞ്ഞാറ്റിയാണ്. അപ്പോൾ ഞാൻ ഒന്ന് പമ്മി പോവേണ്. നേരത്തെ ഞാൻ വന്നില്ല, സമയത്തിനാണ് ഇവിടെ എത്തിയത്. നോക്കുമ്പോൾ ഞങ്ങളുടെ ചേച്ചി ഇത് അടിപൊളിയായിട്ട് ഒരുങ്ങി കൂട്ടുകാരിയായിട്ട് നിൽപ്പുണ്ട്. കല്യാണ പെണ്ണും വന്ന് നിൽപ്പുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിയും തമാശകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്ന്. ഇതൊക്കെ ചേച്ചിയുടെ അച്ഛൻ്റെ ബന്ധുക്കളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ്. അപ്പം ഞാനൊന്ന് അടുക്കളയിലേക്ക് ഒന്ന് നോക്കിയതാ, അടിപൊളിയായിട്ട് എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ മഞ്ഞ കിളിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് എല്ലാവരും. അപ്പോൾ എന്നെ കണ്ടിട്ടൊന്ന് എനിക്ക് ഷോയൊക്കെ ഒന്ന് കാണിച്ചു തരാണ്, ഫോണൊക്കെ വെച്ചിട്ടൊന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലി, ചേട്ടൻ ചേച്ചി 2 പെൺമക്കൾ. അതിനുശേഷം ഈ ഇരിക്കുന്ന ആളാണ് ചേച്ചിയുടെ അമ്മ, മറ്റത് കൂട്ടുകാരി. ഇത് അറിയാലോ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി. അപ്പം അടുക്കളയിൽ നിന്ന് വീണ്ടും കല്യാണ പെണ്ണിങ്ങി ഇറങ്ങി വരെയാണ്. അപ്പം നമ്മുടെ ഹൽദിക്ക് വേണ്ട മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മകളുടെ ഭർത്താവ്. അത് ഞാൻ ഒയിരോട്ട് വന്നപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ക്യാമറമാനും ഫോട്ടോ എടുക്കുന്ന ആളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എത്തി നോക്കിയതാണ് നമ്മുടെ വൈഗ, അത് വൈഗയുടെ അമ്മ നിത്യ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളുടെ ഹൽദിയുടെ അവിടെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ചെക്കനും പെണ്ണിനും ഇരിക്കാൻ വേണ്ടി കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് കൊടുത്തുനിന്ന് നമ്മൾ ഇന്ന് അവരെ ഇന്ന് ഒരു വഴിയാക്കും. ഈ പലഹാരം മൊത്തം കൊടുത്തു, അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചെറുക്കനും കൂട്ടുകാരും വന്നേട്ടാ. ചെറുക്കൻ്റെ ബന്ധുക്കൾ കുറച്ച് പേരും കൂടെ നമ്മളുടെ ഈ പരിപാടിയിലേക്ക് വന്നു ഇന്നിവിടെ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്നതാണ് ചെറുക്കൻ്റെ ചേച്ചി. ഒരു മഞ്ഞൊക്കെ ഇട്ടാണ് വന്നിരിക്കണം കേട്ടോ. അപ്പം നല്ല രസമുണ്ട്, നല്ലൊരു ഭംഗിയും പാട്ടും മേളവും ഒക്കെ അവിടെ കേൾക്കുന്നുണ്ട്. അപ്പം പെണ്ണിനെയും ചെറുക്കനെയും നമ്മളവിടെ ഇരുത്തിയിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ആദ്യം തുടങ്ങുന്നത് ഞങ്ങളുടെ ബിനിച്ചേട്ടനാണ് എടുത്ത് കൊടുക്കാൻ പോണത്. അപ്പം ചേട്ടൻ ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലെയാണ് നമുക്ക് തോന്നണത് കേട്ടോ. എന്നാലും നന്നായിട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കണത് അവരെല്ലാവരും. അപ്പോൾ ഇതാ വീണ്ടും മോൾക്ക് വെച്ച് കൊടുക്കും മധുര പലഹാരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ചേച്ചിയുടെ ഊണോട് കേട്ടോ. അപ്പോൾ ഇനി മഞ്ഞൾ തേച്ച് കൊടുക്കണം രണ്ടുപേരുടെ മുഖത്ത്. അപ്പം മഞ്ഞയും പയറ് പൊടിയും കൂടിയാണ് കേട്ടോ ഇതിന് ചേർത്തിരിക്കുന്നത്. അപ്പം ചേച്ചി എണീറ്റ് വരികയാണ് അടുത്ത് കൊടുക്കാൻ വേണ്ടി. അവരങ്ങ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിന്നെ അങ്ങ് തുടങ്ങിക്കൊള്ളുമല്ലേ. അവരതാ നമ്മളതാ ഇവിടെ മധുര പലഹാരങ്ങൾ കൊടുത്തതാ ഒരു വഴിയാക്കാൻ തുടങ്ങി, ഓരോന്ന് വീതം. അവിടെ ഞങ്ങളെ ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ പരിപാടി തീർന്നിട്ടില്ല, അടുത്തൊരു പരിപാടിയും കൊണ്ടുണ്ട്. മഞ്ഞൾ തേച്ചോളൂ എന്ന് പറഞ്ഞു ഇതാ മഞ്ഞളൊക്കെ എടുത്ത് മൂത്തൊക്കെ തേക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരുക്കി സുന്ദരിയാക്കി ഇരുത്തിയിട്ടാണ് കേട്ടോ ഈ കൊടുംചതി ഞങ്ങളൊക്കെ ചെയ്യാൻ പോണത്. പക്ഷേ അതിൽ ഒരു രസമില്ലേ. അപ്പോൾ ഈ കാണുന്നത് ബിനുചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ. എന്നിട്ട് പൂവെടുത്തിടാൻ മറന്നു. ഇപ്പോൾ ബിനുചേട്ടൻ്റെ ചേട്ടൻ പറയുകയാണ് പൂവൊക്കെ എടുത്തിട്ടോളൂ പിള്ളേരുടെ തലയിൽ കൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ പൂവിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് ആരാണ് പോകണമെന്ന് നോക്കിയപ്പോൾ ബിനുചേട്ടൻ്റെ ചേട്ടനാണ് പോണത്. ചേട്ടനും പോയി പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇത് നമ്മുടെ കുടുംബത്തിലുള്ള വിശേഷമായ കാര്യമല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഇനി കാണണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇതിലൊന്നും കട്ട് ചെയ്ത് കൂട്ടുകാരുടെ മുമ്പിലോട്ട് തന്നെ ഇത് മൊത്തത്തിൽ ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ പിള്ളേരൊക്കെ ഒരു സൈഡ് ഇരിപ്പുണ്ട്. വന്നവരും ബന്ധുക്കളും ചെറുക്കൻ്റെ വീട്ടുകാരും ഒക്കെ ഇരുന്നിതൊക്കെ ആസ്വദിച്ച് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിന് ആര് പോകുന്ന ആകാംക്ഷയിലാണ് ഈ കുഞ്ഞാറ്റ് നോക്കണത്. അപ്പോൾ ഇത് മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടോ, നമ്മുടെ ബിനുചേട്ടൻ്റെ ചേട്ടനും ഭാര്യയാണ് ഈ കാണുന്നവർ.
അപ്പോൾ അവരും വെറുതെ ഒന്നും വിടുന്നില്ല, നന്നായിട്ട് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്, പലഹാരമൊക്കെ കൊടുത്ത് പൂവൊക്കെ ഇട്ട് ആശീർവദിച്ച് കേട്ടാ. ഇനി പോവാം, ഇനിയും അടുത്ത ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല, അടുത്ത പരിപാടിക്ക് അടുത്ത ആളും വന്ന്. ഇത് നേരത്തെ ഒരു ചേട്ടൻ്റെ പറഞ്ഞില്ല, ആ ചേട്ടൻ്റെ ഭാര്യയാണ് ഈ ചേച്ചി, വരദ ചേച്ചി. ഇവരൊക്കെ വട്ടപ്പാറയിലാണ് കേട്ടോ താമസിക്കുന്നത്. വട്ടപ്പാറയിൽ നിന്ന് ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നതാണ് ഇവരൊക്കെ. അപ്പോൾ എല്ലാവരും വന്നും പോയി ഒക്കെയാണ് നിൽക്കുന്നത് കല്യാണ വീട്ടിൽ. ഇത് മൂത്ത ജ്യേഷ്ഠൻ്റെ മകള് നിത്യ എന്നാണ് പേര്. അപ്പോൾ അവളും വന്നതാ വീണ്ടും മഞ്ഞളൊക്കെ കുളിപ്പിച്ച്. അത് കഴിഞ്ഞാണ് നമ്മളുടെ പെണ്ണിൻ്റെ അനിയത്തി മൃദുലക്കുട്ടി വന്ന് തുടങ്ങി പരിപാടി. സാന്ദ്രക്കുട്ടി വന്ന് തുടങ്ങി പരിപാടി. അങ്ങനെ അവളുടെ കാര്യം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ശ്രീകുട്ടൻ, ഇതാണ് ഒരേ ഒരു സഹോദരൻ, മൂത്ത ചേച്ചിയുടെ മോനാണ്. ഇപ്പം അവിടെ ശ്രീകുട്ടനും വന്ന് മധുരം കൊടുക്കുകയാണ്. കാരണം ഇതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റൂല, ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണേണ്ട കാര്യങ്ങളാണ്. അപ്പം പൂവൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയാണ് മഞ്ഞൾ തേച്ച് കൊടുക്കേണ്ടത്. രണ്ട് കൈനും മുക്കി മൊത്തത്തിൽ കുളിപ്പിക്കും കേട്ടാ, ഞങ്ങളുടെ കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയും. ഈ ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ, നടക്കട്ടെ, അവർക്കും അവസരം വരും ഇവനെയും പൂശാൻ. അത് കഴിഞ്ഞ് ഇത് മൂത്ത ചേച്ചിയുടെ മകള്, ഇതാണ് എൻ്റെ അനിയത്തി, അവക്കും കൊടുത്ത അവസരം. പക്ഷേ ഞാനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പം ഇനി അടുത്ത് എൻ്റെ ഊഴമാണ്. അപ്പം ഞാനും എല്ലാവരും ഒരു പലകാലമല്ലേ കൊടുത്തത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എല്ലാത്തിൽ നിന്നും കൊടുക്കും. അപ്പം എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ? ഞാനും മഞ്ഞയാണ് ഇട്ടത്. അപ്പം എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ. അപ്പം ഞാൻ മഞ്ഞ തേക്കാൻ പോയി, പക്ഷെ ഞാൻ ഒരുപാടൊന്നും തേക്കൂല കേട്ടോ, കുറച്ച് പാവമല്ലേ കുട്ടികൾ. ഞാനും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു കേട്ടാ, വന്നപ്പോഴേ പറഞ്ഞു, ചേച്ചി കുറച്ച് തേക്കണേ, കുറച്ച് മധുര പലഹാരം തരണേ എന്ന് പറഞ്ഞു. അപ്പം ഞാനതനുസരിച്ച്, നമ്മളെ പിള്ളേരല്ലേ, അങ്ങനെ പൂവൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആ പരിപാടിയൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് മുറിക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പം അവർ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത്, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കും കഴിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഈ സന്തോഷങ്ങളല്ലേ വിവാഹം എന്ന് പറയണത് തന്നെയാണ്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്ക ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ പരിപാടിയിലോട്ട് പോയി. അപ്പം ചെറുക്കൻ കേക്ക് മുറിച്ച് അമ്മാവനും കൊടുത്ത് കഴിക്കാൻ. അമ്മാവനും കൈയിട്ട് വാരി അതിന്ന് വെച്ച് മോക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഡാൻസ് പാട്ടൊക്കെ തുടങ്ങി. അവിടെ ഒരു സൈഡ് ഇരുന്നു കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറി എറിഞ്ഞ് ഡാൻസുകളൊക്കെ തുടങ്ങി. അതിന് ശേഷമാണ് കേട്ടോ ഫോട്ടോ എടുക്കണ പരിപാടിയിലോട്ട് പോണത്. അപ്പോൾ എല്ലാവരും മഞ്ഞയും കേട്ട് നിൽക്കണത് കൊണ്ട് ഇടയ്ക്ക് 1-2 പേര് മാത്രം കളർ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണുള്ളൂ. എന്നാലും നല്ല രസമല്ലേ. ഇതൊരു കുഞ്ഞാളവിടെ കിടന്ന് ഡാൻസ് കളിക്കണുണ്ട്. അവിടുത്തെ വില്ലനാണ് കേട്ടോ. ഡാൻസ് കളിച്ച് മറിഞ്ഞ് വരെയാണ് അവന്. ഇതാ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കൽ പരിപാടി തുടങ്ങി. അപ്പോൾ ഇത് രണ്ടുപേരെ അറിയാലോ, ഇത് രണ്ടും എൻ്റെ മക്കളാണ്. അത് നമ്മളുടെ മൂത്ത ചേച്ചിയുടെ മകളുടെ ഭർത്താവാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ നേരെ നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കറുപ്പും വെള്ളയിട്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മോനാണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള ചെറുക്കൻ്റെ വീട്ടിലുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടല്ലേ, അവരെയൊക്കെ ഒന്ന് പിടിച്ച് നിർത്തി ഫോട്ടോയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണ പെണ്ണിൻ്റെയും അനിയത്തിയുടെയും ബന്ധുക്കളുടെ ഒക്കെ ഡാൻസുകൾ അങ്ങോട്ട് തുടങ്ങി. നന്നായിട്ട് അവരൊക്കെ ഡാൻസൊക്കെ കളിച്ച് കേട്ടാ. കൂടെ ആ ഹൽദിക്ക് ഒരു
ഉണർവ് വന്നു. കാരണം കല്യാണപ്പെണ്ണിൻ്റെ ഡാൻസ് ആണേ. അപ്പോൾ ഡാൻസ് എല്ലാം കളിച്ച് എല്ലാവരും അവശതയാവാറായി. അപ്പോൾ ഇനിയാണ് നമ്മൾ അങ്ങോട്ട് ഫുഡിൻ്റെ പരിപാടിയിലോട്ട് പോണത്. അപ്പം ഇനിയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തോളൂ. എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കൂലേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് സന്തോഷം കണ്ട നമ്മുടെ പിള്ളേരുടെയൊക്കെ. ഇതിൽ ആരാണ് നന്നായിട്ട് ഡാൻസ് കളിച്ചതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ. അപ്പോൾ ഫുഡൊക്കെ ഇനി കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ വേണ്ടി അവിടെ നമ്മുടെ ചെക്കന്മാരൊക്കെ അവിടെ തയ്യാറെടുത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇവരുടെ ഡാൻസ് കഴിഞ്ഞാൽ ആ പരിപാടി തുടങ്ങുള്ളൂ. ഇതൊക്കെ ഒരു സന്തോഷം. ഇപ്പൊ കല്യാണ പെണ്ണ് നന്നായിട്ട് ക്ഷീണിച്ച് നിൽപ്പുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ കല്യാണ പെണ്ണ് തോറ്റൊന്നും കൊടുക്കൂല, സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു. അതിനുശേഷം ഇടിയപ്പവും ബൊറോട്ടയായിരുന്നു കേട്ടോ ഫുഡ്, ചിക്കൻ കറിയും. അപ്പം ഞങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഞങ്ങളൊക്കെ പൈച്ചർക്കൻ്റെ വീട്ടിലൊക്കെ കഴിച്ചൊക്കെ പോയി. അപ്പം ഞങ്ങൾ കഴിക്കുന്ന സമയത്താണ് അവർ ആ വഴി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ബായ്. ഇനി ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത് നമ്മുടെ റിസപ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. ബായ്, ടാറ്റാ.